വൈൽഡ് ലൈഫ് എക്സിബിഷൻ 2026 ഐസ് ഓഫ് നേച്ചർ എന്ന പേരിൽ നായരമ്പലത്ത് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തി. CP മോഹൻ, പോളി കളമശ്ശേരി, ശരത് TS, MG സേവ്യർ, കിരൺ വിജയ്, രാജു ജോസഫ്, സിഗ്നൻ വർഗീസ് എന്നിവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ഫോട്ടോഗ്രാഫി അനുഭവങ്ങൾ ശരത് TS പങ്കുവച്ചപ്പോൾ. എൻ്റെ പേര് ശരത്ത് എന്നാണ്. പെരുമ്പള്ളിയാണ്, ഞാറക്കല്ല് പെരുമ്പള്ളിയാണ് പ്രദേശം. ഒരു 8 വർഷത്തോളമായി ഞാൻ വൈൽഡ് ലൈഫ് മേഖലയിൽ നടക്കുന്നത്. അതിനോടുള്ള വളരെ താല്പര്യം കൊണ്ട് നടക്കുന്നതാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേസനാണ്. എക്സ്റ്റീരിയർ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രകൃതിയോടും സഹജീവികളോടും ഉള്ള സ്നേഹം, ഇതിനോടാണെങ്കിൽ ജീവിക്കാനായിട്ടുള്ളൊരു താല്പര്യം, അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുത്തത്. ഇതിലും ഞാൻ വളരെ സന്തോഷവാനാണ്. ഇതിൽ നടക്കുന്നതുകൊണ്ട് മനസ്സ് ക്ലിയർ ആണെന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ സുഹൃത്തുക്കൾ പല ആൾക്കാരും ഒരുമിച്ചാണ് പടങ്ങൾ എടുക്കാറുള്ളത്. അതിൽ ഞാനും നമ്മുടെ അടുത്ത 2 സുഹൃത്തുക്കളുണ്ട്, സേവ്യർ, സിഗ്നൻ വർഗീസ് എന്ന് പറഞ്ഞ്. ഞങ്ങൾ 3 പേരാണ് കൂടുതലും പടങ്ങൾ ഒരുമിച്ച് പോകാറുള്ളത് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത് പോയത് തടോബയാണ്. മഹാരാഷ്ട്രയിലെ തടോബയിലാണ് പോയത്. അവിടുന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഒരുപാട് നല്ല ചിത്രങ്ങളും, കടുവയുടെ അടക്കം 14 കടുവയും ഒരു ലെപ്പേർഡ് ഞങ്ങൾക്ക് അന്ന് പോകുമ്പോൾ കിട്ടിയിരുന്നു. അത് വളരെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു. കാരണം അവിടെ തടോബ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാടാണ്. അപ്പോൾ അവിടെ മൃഗങ്ങൾ അറ്റാക്കിങ് കൂടുതലുള്ള ഒരു സ്ഥലവുമാണ്. പക്ഷെ പോയത് ഇനിയും പോകണമെന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ തടോബ. കാരണം അത്രത്തോളം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ സന്തോഷം പറയാനാവാത്തതാണ്. കാരണം അതിനും വീണ്ടും നമുക്ക് മനസ്സിന് സന്തോഷം നിറഞ്ഞ ഒരുപാട് ചിത്രങ്ങൾ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ പല ചിത്രങ്ങളും കബനി, കർണാടക, പിന്നെ ബന്ദിപ്പൂര്, മസനഗുഡി, നമ്മുടെ വാൽപ്പാറ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോഴും അത് കൊണ്ടുപോകാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രകൃതിയെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാന്ന് പറഞ്ഞത് ഒരു സന്തോഷകരമായിട്ടൊരു സംഭവം വേറെ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചിത്രത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫർട്ട്, ആ ചിത്രം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പലപ്പോഴും യാത്രകളിൽ ചിത്രങ്ങൾ കിട്ടാതിരിക്കാറുണ്ട്. 1-2 ദിവസം പോയിട്ട് പോലും ചിത്രങ്ങൾ നമുക്ക് കിട്ടാറില്ല. പക്ഷെ നമ്മൾ ഒട്ടും അതിൽ ദുഃഖിതരല്ല. കാരണം ഓരോ യാത്രകളും പുതിയ അനുഭവങ്ങളാണ് നമുക്ക്. ഓരോ സ്ഥലങ്ങൾ, ഓരോ സ്പീഷീസ്, അതുങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്. ഇനിയും ഒരുപാട് കാലം ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. ഒന്നും പ്രതീക്ഷിച്ചല്ല, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഇത് ചൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്.